ഇന്നലെ ഒരു ദിവസം മുഴുവനും ഇന്നും പത്രങ്ങളിലും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഒരു ന്യൂസ് വല്ലാതെ വേദനിപ്പിക്കുന്ന ന്യൂസ് വന്നുകൊണ്ടിരുന്നു. എൻ്റെ വാഹനത്തിൽ നിന്ന് ഇന്നലെ പിടിച്ച പൈസ അത് ഇതുവരെ ആർക്കും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ പിടിച്ച 20 ലക്ഷം രൂപ മിനിഞ്ഞാന്ന് കനറ ബാങ്കിൻ്റെ കൊളപ്പള്ളി ബ്രാഞ്ചിൽ നിന്നും 25 ലക്ഷം രൂപ വിത്ഡ്രോ ചെയ്ത് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് കൊണ്ടുപോകുന്നതിന് നമ്മൾ ബാങ്കിൻ്റെ ലെറ്റർ ഉണ്ടായിരുന്നു. ആ പോകുന്ന വഴിക്കാണ് ചെറുതുരുത്തി വെച്ച് പോലീസ് ചെക്ക് ചെയ്തു. അപ്പോൾ സീറ്റിൻ്റെ മുകളിൽ ഓപ്പണായിട്ട് വെച്ചിരുന്ന പൈസ ആയിരുന്നത്. അപ്പോൾ രാവിലെ പോലീസുകാർ കൈ കാട്ടിയപ്പോൾ തന്നെ നമ്മൾ ആ ലെറ്റർ എടുത്ത് ഒരു കാണിച്ചു കൊടുത്തു. ശരി, കുഴപ്പമില്ല എന്നും പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് ആ വീഡിയോ ആയിരുന്നു അവിടെ ചാർജ് ഉണ്ട്. ആ വീഡിയോ ഇത്രയും കൂടുതൽ പൈസ അങ്ങനെ കൊണ്ടുപോയി ടൈമിൽ പറ്റുമെന്ന് നാളെ ഇലക്ഷൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരാരെയോ വിളിച്ചിട്ട് അങ്ങനെ ഇൻകം ടാക്സുകാർ വരികയുണ്ടായത്. അപ്പോൾ ഇൻകം ടാക്സുകാർ വന്നപ്പോൾ അവർക്ക് സംഗതി ഇത് കള്ളപ്പണമാണ് എന്ന് പല മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇത് എന്തിനു വേണ്ടി അതിൻ്റെ സത്യം തിരിച്ചറിയാതെ ചില MLA-മാർ മുൻ MLA-മാരൊക്കെ പ്രസ്താവനകൾ ഇറക്കുണ്ടായി എന്നെ കുറിച്ചിട്ട്. കാരണം ഞാൻ അറിയാത്ത തീരെ പരിചയമില്ലാത്തൊരു MLA-ആണ് ഈ കരുവന്നൂർ കേസിലൊക്കെ എനിക്ക് അതിലത്തെ പ്രതികളുമായിട്ട് ബന്ധമുണ്ടെന്നും അതുപോലെ തന്നെ സ്ഥിരം അവരുടെ വക്താവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു കണ്ടത്. അപ്പോൾ അനിൽ ലക്ര എന്ന പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കാണുകയോ നേരിട്ട് പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. സാധാരണ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ രംഗത്താണ്. വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആളാണ്. അതിൻ്റെ ഒപ്പം തന്നെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് SNDP-യിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നു. ഇന്ന് SNDP-യുടെ ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടുവന്ന് തന്നെ ഇന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി കൂടിയാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള എന്ന നമ്മുടെ സംഘടനയുടെ. അപ്പോൾ ഇതിലുള്ള പല ആളുകൾക്കും ഒരു സംശയം, ഞാനിത് കൊണ്ടുപോയത് കള്ളപ്പണമാണ് എന്ന രീതിയിൽ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ പണം തീർത്തും ഞാൻ എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാർപ്പെല്ലാം കഴിഞ്ഞു, ടൈൽസിൻ്റെ വർക്ക്, പ്ലംബിങ്ങിൻ്റെ വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്. അപ്പോൾ ഇത്തരം സാധനങ്ങളുമായിട്ട് തൃശ്ശൂർ, പാലക്കാടൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ട് പല സാധനങ്ങളും നോക്കി. എന്നിരുന്നാലും ടൈൽസ് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ രാവിലെ ഈ പൈസ എടുത്തിട്ട് 25 ലക്ഷം എടുത്ത പൈസയിൽ നിന്ന് 20 ലക്ഷം രൂപ എടുത്ത് കാറിൽ വെച്ചുകൊണ്ട് മകനെയും കൂട്ടിയിട്ടാണ് എറണാകുളത്തേക്ക് പോയത്. ഈ മകനെ കൂട്ടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോനെ കൂട്ടിയത്. ടൈൽസും സാധനങ്ങളും വീട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട. അപ്പോൾ കുട്ടികളുടെ പുതിയ ജനറേഷൻ്റെ ഭാഗമായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് മോനെയും കൂട്ടിയിട്ടാണ് കൊണ്ടുപോയത്. ഈ കള്ളപ്പണമാണെങ്കിൽ ഇത്തരത്തിൽ നമ്മളിതിന് മെനക്കെടില്ല. അപ്പോൾ ഒന്നും അറിയാതെ ഇതൊരു കള്ളപ്പണമാണെന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും ചെയ്തതിൽ വളരെ വിഷമം അനുഭവിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഈ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് തന്ന ലെറ്ററും പൈസ എടുത്തതിൻ്റെ തെളിവും എല്ലാം ഞാൻ ഇന്നലെ ഇത് കൊടുത്താണ്, ഇൻകം ടാക്സ് ഓഫീസർക്കും കൊടുത്താണ്. അപ്പോൾ ഈ മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തകരായാലും ആ വ്യക്തിഹത്യ നടത്തുന്നതിന് മുമ്പ് വ്യക്തികളെക്കുറിച്ച് മിനിമം ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ സംഘടനയുടെ ഭാരവാഹികളാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, അസോസിയേഷൻ ഓട്ടോ വർക്ക്ഷോപ്സ് കേരള ജില്ലാ പ്രസിഡൻ്റാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ SNDP യോഗത്തിൻ്റെ ഡയറക്ടർ ബോർഡാണ്, അപ്പുറത്തിരിക്കുന്നത് SNDP യൂണിയൻ്റെ പ്രസിഡൻ്റാണ്, യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവർക്കെല്ലാം എന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാഷ്ട്രീയം ഇല്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് ഒരേ ബന്ധം പുലർത്തിക്കൊണ്ട് പോകാൻ
എപ്പോഴും ശ്രമിക്കുന്ന. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ശരി, BJP ആണെങ്കിലും ശരി, കോൺഗ്രസ് ആയാലും ശരി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നമുക്ക് നല്ല സൗഹൃദ ബന്ധങ്ങളുണ്ട്. അതല്ലാതെ രാഷ്ട്രീയ ചേരിതിരിവ് നമുക്ക് ആരോടും ഇല്ല. അപ്പം ഇത്തരം നുണപ്രചരണങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഒരു നുണ ലോകം മുഴുവൻ ചുറ്റി തിരിച്ചു വരുമ്പോഴായിരിക്കും ഒരു സത്യം ഗേറ്റ് തുറന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക, വാതിൽ തുറന്ന് ഇറങ്ങി വരിക എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. ഇതിനെതിരായിട്ട്, എന്നെ അപകീർത്തിപ്പെടുത്തിയതിനെതിരായിട്ട് പറഞ്ഞ് ഞാൻ നിയമ നടപടികൾക്ക് സ്വീകരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനില്ലെങ്കിലും എൻ്റെ സംഘടനകൾ പറയുന്നത് എന്തായാലും അത് ചെയ്യണമെന്ന് തന്നെയാണ്. അപ്പോൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച അവർക്കെതിരെ നിയമനടപടി എടുക്കാൻ ഒരുങ്ങാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ആരാണോ പ്രതികരിച്ചാൽ അവർക്കെതിരെ നിയമനടപടിക്ക് തയ്യാറാവും. കാരണം എന്നെ അപകീർത്തിപ്പെടുത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഞാനത് സൂചിപ്പിച്ചു. ഇപ്പം കരുവന്നൂർ എന്താണോ, അനിലക്കര ആരാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അനിലക്കര ഇത്തരത്തെ രൂപത്തിൽ എന്നെ പ്രതിപാദിച്ചത് വെറും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമായിട്ടാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നുള്ളൂ. അത് ഇത്രയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെയ്തതിന് നമ്മളതിൻ്റെ നിയമ നടപടികൾ സ്വീകരിക്കും. അല്ല, പോലീസുകാരാണ് പിടിച്ചത്. പോലീസുകാർ പിടിച്ചിട്ട് പിടിക്കാൻ പറഞ്ഞ വണ്ടി ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സീറ്റിലിരിക്കുകയാണ്. ഞാൻ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു, ഡ്രൈവർ ഓടിക്കുന്നു, ബാക്ക് സീറ്റിൽ മോനിരിക്കുന്നു. മോൻ്റെ പുറത്ത് ബാഗ് വെച്ചിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവർ വന്നപ്പോൾ ആദ്യം ഡിക്ക് തുറക്കാൻ പറഞ്ഞു. ഡിക്ക് തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബാഗിലാണ് പൈസ പറഞ്ഞു. അപ്പോൾ ഡിക്കിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടാൽ പൈസ ബാക്കിലേക്ക് വെച്ചു, ഡിക്കിലേക്ക് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞാൻ അവർക്ക് ആ ലെറ്റർ കൊടുത്തപ്പോൾ പോലീസുകാർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ഉദ്യോഗസ്ഥന്മാർ ഇത്രയും കൂടുതൽ പൈസ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മളൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഇൻകം ടാക്സിനെ അവർ അറിയിച്ചത്. പക്ഷെ ഇതിനെന്താ വെച്ചാൽ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഉപയോഗിച്ചതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അവിടെ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻകം ടാക്സ് വിഭാഗത്തിന് തൃപ്തിയാവാതിരിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ. അവർക്ക് തെളിവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അല്ല, പണം ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചു. ഇൻകം ടാക്സ് സാധാരണ ഇതിൽ പണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സോഴ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുത്തതിൻ്റെ ശേഷമാണ് അത് തരുള്ളൂ. സീസ് ചെയ്ത് വെച്ച് എൻ്റെ ഫോണും പൈസയും. അതിനകത്തെന്താ വെച്ചാൽ അതിൽ പ്രശ്നങ്ങൾ ഇൻകം ടാക്സ് മറ്റേ സാമ്പത്തിക ക്രമക്കേടിൽ എന്തെങ്കിലും കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ നോട്ടീസ് തരും. അതിൻ്റെ അനുസരിച്ച് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അത് ചെയ്യേണ്ടത്.